ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഗുലാബ് ജാം. ഗുലാബ് ജാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഗുലാബ് ജാം ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഗുലാബ് ജാം ഉണ്ടാക്കി. അത് നിങ്ങൾക്കും കൂടി ഞാൻ കാണിക്കാം. ആദ്യം തന്നെ ഗുലാബ് ജാമിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ആവാനായിട്ട് ഒരു അരിപ്പയിലോട്ടാണ് എല്ലാ പൊടികളും മിക്സ് ചെയ്യണത്. ഇപ്പോൾ ഗുലാബ് ജാമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മിൽക്ക് പൗഡർ. അപ്പോൾ അത് 1 കപ്പ് മിൽക്ക് പൗഡർ ഇടാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. ഇനി ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ളു ഉപ്പ് കൂടി ഇടാം. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം. ഇനി നെയ്യ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നല്ലോണം മിക്സ് ആക്കാനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി നമുക്ക് ഇനി ചേർക്കാം. ഇത് നല്ലോണം ഇത് കൈ വെച്ചുകൊണ്ട് തന്നെ, കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കാം. ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നമുക്ക് നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാം. 1.5 കപ്പ് ഷുഗറും 2 കപ്പ് വെള്ളവും ചേർത്താണ് നമുക്ക് സിറപ്പ് റെഡിയാക്കേണ്ടത്. ഇത് നല്ലോണം തിളച്ച് നല്ല തിള വന്നിട്ട് കയ്യിലൊരു ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് കൂടുതൽ തിക്കാവാണ്ട് നോക്കണം. കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമിലേക്ക് അത് കയറാനായിട്ട്, സിറപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നേരത്തെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കുഴച്ച് വെച്ചത്. എന്നാൽ ഇപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി അതിൽ ചേർത്തിരുന്നെങ്കിൽ അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാൽ അങ്ങനെ ചേർത്തിരുന്നെങ്കിൽ നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാം. നമ്മൾ ഉണ്ടാക്കണ ബോളൊക്കെ ഒരേ വലിപ്പം കിട്ടാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് കുറച്ചീശെ എടുത്തു വയ്ക്കുകയാണ് ചെയ്യണത്. നമുക്കിനി ഇത് ഓരോന്ന് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ട് 2 ഉള്ളം കയ്യിലും വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാതും നമുക്ക് ഇതുപോലെ ഉണ്ടകളായിട്ട് വെക്കാം. നമ്മുടെ ഗുലാബ് ജാമിന് വേണ്ടിയിട്ടുള്ള ബോളുകളൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ ബോളുകളായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഒരു 22 ബോൾ നമുക്ക് കിട്ടി. നമുക്കിതിന് 10 മിനിറ്റ് ഇങ്ങനെ ഇവിടെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോളുകളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഈ ബോളുകളൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് വയ്ക്കാം. ചെറിയ ഫ്ലെയിമിലാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒട്ടും കൂട്ടി വയ്ക്കാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് വേഗം വറുത്തെടുക്കാം. ഈ ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാം നല്ല സോഫ്റ്റ്, നമ്മുടെ മിൽക്ക് പൗഡർ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുറമൊക്കെ വേഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ അധിക നേരം ഇടണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് വേഗം ഇങ്ങനെ തടവി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ മറിച്ച് ഇടാം. ഒരിക്കലും ഇങ്ങനെ കുറേ നേരം അതിൽ ഇടാണ്ട് നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കാം സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വേഗം നമുക്ക് വാരിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇട്ട ബോളുകൾ കുറച്ച് ലേറ്റായി ഞാൻ ഇളക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കളർ മാറിയിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ ഇത് വാരിയെടുത്തിട്ട് അടുത്തത് ഇടാം.
ഇനിയിപ്പോൾ അടുത്ത ബോൾ നമുക്ക് ഇതുപോലെ തന്നെ വേഗം 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 മറിച്ചിടാം. നമുക്കതിൽ ഒട്ടും അതിലേക്ക് എടുക്കണ്ട. നമുക്ക് ഈ സ്പൂൺ കൊണ്ട് വേഗം വേഗം ഓടിച്ച് നമുക്ക് വേഗം വാരിയെടുക്കാം. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഈ ഗുലാബ് ജാമിൻ്റെ ബോളുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇളക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 2 മണിക്കൂർ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോളൊക്കെ നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് വീർത്ത് നല്ല ഗുണ്ട് പണികളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് അപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് ഗുലാബ് ജാമാണിത്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ കുറേ നേരമായിട്ട് ആയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവർക്കും കൂടി അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് ഭയങ്കര തിരക്കായി ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുന്നൊക്കെ ഗുലാബ് ജാം ഉണ്ടാക്കാറ് ഗുലാബ് ജാം മിക്സ് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ഇതുപോലെ മിൽക്ക് പൗഡറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ശരിയായിട്ടില്ല. പിന്നെ ഞാനത് വീണ്ടും ഉണ്ടാക്കി നോക്കി 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി ഇപ്പോഴാണ് ഈ ഒരു റെസിപ്പി വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ് എൻ്റെ ഇതുപോലെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ഗുലാബ് ജാം എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. പിന്നെ അപ്പോൾ നിങ്ങളിങ്ങനെ ഗുലാബ് ജാം ട്രൈ ചെയ്ത് നോക്കേ. നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല പെർഫെക്റ്റ് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ, നമ്മുടെ റിറ്റ്സ് വേൾഡ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എൻ്റെ ബർത്ത്ഡേക്ക് ഞാനുണ്ടാക്കിയ കേക്കും ഒരു ചെറിയൊരു സെലിബ്രേഷനും ഞാനതിൽ കാണിക്കാം.